യു പ്രതിഭ MLA CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. MS അരുൺകുമാർ MLA, ആലപ്പുഴ ഏരിയ സെക്രട്ടറി അജയ് സുധീന്ദ്രൻ, മാരാരിക്കുളം ഏരിയ സെക്രട്ടറി C രഘുനാഥ് എന്നിവരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഡി ബിനോയ്, ഞങ്ങളുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ്, ഈ വാർത്തയുടെ വിവരങ്ങൾ പൂർണ്ണമായി നൽകാൻ നമ്മുടെ മുന്നിലുണ്ട്. യു പ്രതിഭയുമായി ബന്ധപ്പെട്ട് സമീപ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ ആഭ്യന്തരമായി ചർച്ചയിൽ വരികയുണ്ടായി, വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. എങ്കിലും യു പ്രതിഭ MLA അടക്കമുള്ളവരെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ, ഡി ബിനോയ്? ഏറെ നാളായി DYFIയിലും SFIയിലും പ്രവർത്തിച്ചിരുന്ന യു പ്രതിഭ MLA ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒപ്പം ഇവരോടൊപ്പം തന്നെ മാവേലിക്കര MLA ആയ അരുൺകുമാറിനെയും ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുത്തിരിക്കുന്നു. ഇത് കൂടാതെയാണ് ആലപ്പുഴ മാരാരിക്കുളം ഏരിയ സെക്രട്ടറിമാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജില്ലാ കമ്മിറ്റിയുടെ അംഗസംഖ്യ 46 ആക്കിയിരിക്കുന്നു. നേരത്തെ 47 പേരുണ്ടായിരുന്നു, ഒരാളുടെ സ്ഥാനം ഒഴിച്ചിട്ടിരിക്കുകയാണ്. അതേസമയം ജില്ലാ സെക്രട്ടറിയായി നാസർ തന്നെ തുടരും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. യു പ്രതിഭയുമായി ബന്ധപ്പെട്ട് നേരത്തെ അവരുടെ മകനുമായി ബന്ധപ്പെട്ട കുറേ വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. അതിൽ അവരവരുടെ അതൃപ്തി പരസ്യമായി വെളിപ്പെടുത്തിയിരുന്നു. പിന്നീട് ജില്ലാ കമ്മിറ്റി ഇടപെട്ടുകൊണ്ട് അത് ശാന്തമാക്കുകയും ഒപ്പം അവരെ പിന്നീട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി ചർച്ചകൾ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് യു പ്രതിഭയെ ഇപ്പോൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. MLA എന്ന നിലയ്ക്കും ഒപ്പം DYFIയിലും SFIയിലും പ്രവർത്തിച്ച കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് യു പ്രതിഭയ്ക്ക് ഒരു സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത്. നിലവിൽ അവർ ഇപ്പോൾ കായംകുളം MLA ആണ്. തൊട്ടു പിന്നാലെ അരുൺകുമാർ ഒപ്പം നേരത്തെ തന്നെ DYFI പ്രവർത്തകനായിരുന്നു, മാവേലിക്കലിരുന്നുള്ള MLA ആണ്. ഈ രണ്ട് കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനും ജില്ലാ കമ്മിറ്റിയിലേക്കുള്ള പരിഗണന ലഭിച്ചിരിക്കുന്നത്. മറ്റ് രണ്ടുപേര് ഏരിയ സെക്രട്ടറിമാരാണ്. സാധാരണഗതിയിൽ ഈ ജില്ലാ കമ്മിറ്റി വിപുലപ്പെടുത്തുമ്പോഴേക്കും ഏരിയ സെക്രട്ടറിമാർക്ക് പരമാവധി അവസരം നൽകണം എന്നൊരു തീരുമാനം സംസ്ഥാന കമ്മിറ്റി മുന്നോട്ട് വച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് ഏരിയ സെക്രട്ടറിമാരെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ 46 അംഗ കമ്മിറ്റിയിൽ. എന്നാൽ ഒരു സ്ഥാനം ഒഴിച്ചു ഇട്ടിരിക്കുകയാണ്. നേരത്തെ 47 അംഗ ജില്ലാ കമ്മിറ്റിയായിരുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പ്രതിനിധി ചർച്ചയിൽ മറുപടി പറയുന്നതിന് എത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രത്യേകിച്ചും ആലപ്പുഴ ജില്ലയിൽ സമീപകാലത്ത് വലിയ തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. കായംകുളത്തും കുട്ടനാടുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പല ആളുകളും പാർട്ടി വിട്ട് BJPയിലേക്കും CPയിലേക്കും ഒക്കെ പോയ ഒരു സാഹചര്യം നിലനിന്നിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തി പ്രവർത്തകരിലേക്ക് ഒരു ആവേശം പകരുന്ന തരത്തിലുള്ള ഒരു മറുപടി പ്രസംഗം തന്നെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രതിനിധി സമ്മേളനത്തിൽ നടത്തിയത്. അതിന് തൊട്ട് പിന്നാലെയാണ് അല്പമൊന്ന് പിണങ്ങി മാറി നിന്നിരുന്ന യു പ്രതിഭയെ ഒന്ന് സമവായത്തിൽ എത്തിച്ചുകൊണ്ട് അവരെ ജില്ലാ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നത്. എന്തായാലും വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തിരഞ്ഞെടുപ്പുകളോ ഒന്നും തന്നെ ഇല്ലാതെ ജില്ലാ കമ്മിറ്റി വളരെ സുരക്ഷിതമായി ജില്ലാ കമ്മിറ്റിയിലേക്ക് ആളുകളെ കണ്ടെത്തുവാൻ പാർട്ടി ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ശരി, ഞങ്ങളുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഡി ബിനോയ് ആലപ്പുഴ CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.